എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. നല്ല വ്യത്യാസമുണ്ട്. ഫ്രം ഒരു 2 ഇയേഴ്സായി ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് പറഞ്ഞതിലും ഇപ്പോൾ കാണുന്നതിലും ഭയങ്കര ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പോർഷൻ, എൻ്റെ പോർഷനും ഞങ്ങൾ 4 ഫ്രണ്ട്സിൻ്റെ ഒരു കഥയായിരുന്നു ആദ്യം അത്. ബട്ട് ഇപ്പോൾ അത് നല്ല രസമുണ്ട് ആക്ച്വലി കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് എൻ്റെ ഗെറ്റപ്പിനും പടം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ? അടിപൊളി. അത് അഭിനയിച്ചിട്ടുമുണ്ട്, ഡബിൾസ് ഡയറക്ടറുമാണ്. അപ്പോൾ എന്താണ് എന്ത് പറ്റി ഇപ്പം ആൻസിറ്റി? ഓൾസോ ഇപ്പം ഇതിനകത്ത് എ ഒക്കെ ആയിരുന്നു നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് എ പറ്റി ആകൊരു കാര്യം പറയുന്നത്, സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി സിറ്റുവേഷനായിരുന്നു. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഞങ്ങൾ പെട്ടുപോയ സമയത്ത് ദൈവത്തിനെ പോലെ പോലും ധ്യാൻ ഞങ്ങളോട് പറഞ്ഞ് ആളൊറ്റ ആളോടെ എനിക്ക് ഇങ്ങനെ ഈ സിനിമ ആക്കിയെടുക്കാൻ പറ്റിയതും എനിക്കതിനിങ്ങനെ മാറ്റാൻ പറ്റിയത്. ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഹാപ്പി ഞാൻ സെർച്ച് ചെയ്തെടുത്ത പാട്ടുകളാണ് 2024. ആ സിനിമ ഇവിടെ എത്തിക്കാൻ പെട്ട പാട് ചെറുതാണ്. എൻ്റെ അസോസിയേറ്റിലും കൂടി ഞാൻ ഒരു കൊല്ലം ഞാൻ ഈ സിനിമ എഴുതി പിടിച്ചിരുന്നുണ്ട്. വേറൊരു കഥയെ കംപ്ലീറ്റ്ലി വേറൊരു കഥയില്ല. ഇത് 1.5 മണിക്കൂറോളം കളഞ്ഞ് ധ്യാൻചേട്ടൻ്റെ പോസ്റ്റ് കൂട്ടി. ധ്യാൻചേട്ടനും സിനിമ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞ് 8 ലോക്ക് ചെയ്തിട്ട് ധ്യാൻചേട്ടൻ്റെ ക്യാരക്ടർ ഇല്ലായിരുന്നു, കലിംഗി ഇല്ലായിരുന്നു. ഇതൊക്കെ പിന്നെ റീവർക്ക് ചെയ്ത് എത്തിച്ചതാണ്. എഫേർട്ട് ഭയങ്കരമാണ്. പക്ഷെ അതിൽ വലിയ കാര്യമില്ല. ഓഡിയൻസ് എന്ന് പറഞ്ഞതാണ്. പക്ഷെ നന്ദി കടപ്പാടും ധ്യാൻചേട്ടനോട് ഭയങ്കരമുണ്ട്. പുള്ളിയോട് മാത്രം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ സിനിമ തിയേറ്റർ റിലീസ് ആയതൊക്കെ എല്ലാവരും ധ്യാൻചേട്ടനെ കുറേ പഠിച്ചിട്ട് തുടങ്ങി. അങ്ങനെ ആൾ കുറേ പഠിച്ചെന്ന് കൊണ്ട് എനിക്കൊരു പടം ഡേറ്റ് വെറും 2 ദിവസം കൊണ്ട് ഞങ്ങൾ എടുത്തത് ധ്യാൻചേട്ടനെ. ആ 2 ദിവസം എനിക്ക് തന്നുകൊണ്ട് മാത്രമാണ് ഇന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നന്നായി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. കുറച്ച് മുമ്പ് പടം അവസാനം വരുമ്പോഴേക്കും വലിയൊരു സ്കെയിലിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ചേഞ്ചിനെ പറ്റിയൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കണ്ടപ്പോഴാണ് എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഡയറക്ടർ തന്നെ പറയുന്നുണ്ടായി, ഇപ്പോൾ അത് ആദ്യം വന്ന് വേറൊരു പടമായിരുന്നു. ഇപ്പം ധ്യാൻചേട്ടൻ വന്നതോടെ പടത്തിന് മൊത്തത്തിലുള്ളൊരു സ്കെയിലും കാര്യങ്ങളും എല്ലാം മാറി. അപ്പം ഈ ഇത്ര വലിയ സ്കെയിലിലേക്ക് ഇത് വരും എന്നൊക്കെ ഓർത്ത് ഇല്ല. ആദ്യം നമ്മൾ ഞാൻ സ്റ്റോറി കേട്ടപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇങ്ങനൊരു ചേഞ്ച് ഇതിന് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെ. ഓൾസോ ഇനി കാണാനുള്ളവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇനി കാണാനുള്ളവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എല്ലാവരും കാണണം, ഇഷ്ടപ്പെടുന്ന അറിയാം. 10 വർഷത്തോളമായിട്ടുള്ള ഒരു കഷ്ടപ്പാടാണ് ഈ സിനിമയുടെ പുറകിലുള്ളത്. അതിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെയാണ് ഉൾപ്പെടുത്തിയത്. സന്തോഷം. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ എഫേർട്ട് ആൾ ഇട്ടിട്ടുണ്ട്. സിനിമയുടെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റി. പണം കാണുമ്പോഴായാലും നമ്മൾ കാണുമ്പോഴായാലും പിന്നെ ഇതിൻ്റെ മുൻ ഭാഗങ്ങളിൽ, അതായത് മീൻസ് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലൊക്കെ ഞങ്ങൾ പാർട്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അത് ഇത്ര നല്ല രീതിയിൽ വരും എന്നുള്ളത് എനിക്ക് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ എന്താ ഇപ്പോൾ അതിൻ്റെ നമുക്ക് ബഡ്ജറ്റിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ധ്യാനിനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് ആ ഒരു സ്കെയിൽ കിട്ടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നെക്സ്റ്റ് പാർട്ട് അടിപൊളിയായിട്ട് ആൾക്ക് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും.